ആയാൽ ഞാൻ ചോദിക്കട്ടെ, രക്ഷപ്പെടുമോ? രക്ഷപ്പെടുമെങ്കിൽ മുസ്ലിങ്ങൾ രക്ഷപ്പെടണ്ടേ? ഉഹുദിൽ രക്ഷപ്പെടുമായിരുന്നല്ലോ. നമ്മളെ ചെറുപ്പക്കാരോട് പലരും പറയുന്ന ഒരു കാര്യം ബദ്റാണ്. ബദ്ർ പറയുമ്പോൾ കുട്ടികൾക്കൊരു ആവേശം, കാരണം അത് ജയിച്ച യുദ്ധമാണ്. എന്താ ഉഹുദ് പറയാത്തത്? ഉഹുദല്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പഠിക്കേണ്ടത്, ലോകത്തെ മുസ്ലിങ്ങൾ പഠിക്കണം. ബദ്റിനേക്കാൾ പഠിക്കാനുള്ളത് ഉഹുദിലല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് ഉഹുദാണ് ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ബദ്റിൽ ജയിച്ചല്ലോ, 313 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവിന്റെ സഹായം ഉണ്ടായല്ലോ. എന്നാൽ ബദ്റിനേക്കാൾ ആളുണ്ടായിരുന്നല്ലോ ഉഹുദിൽ. ബദ്റിനേക്കാൾ ആയുധം ഉണ്ടായിരുന്നല്ലോ ഉഹുദിൽ. ബദ്റിനേക്കാൾ പരിചയം ഉണ്ടായിരുന്നല്ലോ ഉഹുദിൽ. എന്നിട്ടെന്തേ അള്ളാഹു ഉഹുദിലെ സേനയെ തോൽപ്പിച്ചത്? ബദ്റിന്റെ നായകൻ തന്നെ ആയിരുന്നല്ലോ ഉഹുദിന്റെ നായകൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആയിരുന്നല്ലോ ഉഹുദിലും. ഇസ്ലാം ആയിരുന്നല്ലോ ലക്ഷ്യം. അപ്പൊ നേതാവ് നന്നായിട്ട് കാര്യമില്ല. നേതാവ് നന്നായത് കൊണ്ട് ജയിക്കാം എന്ന ധാരണ അബദ്ധമാണ്. ലക്ഷ്യം നന്നായതുകൊണ്ട് രക്ഷപ്പെട്ടു കളയാം എന്ന ധാരണയും തെറ്റാണ്. നേതാവ് നന്നായിട്ട് കാര്യമില്ല, ലക്ഷ്യവും നന്നായിട്ട് കാര്യമില്ല. പോകുന്ന കൂട്ടവും മാർഗവും ഒക്കെ നന്നാവണം. എങ്കിലേ ആ യുദ്ധത്തിന് യഥാർത്ഥമായ ഇസ്ലാമികമായ ഒരു യുദ്ധമായിട്ട് പറയാൻ സാധിക്കൂ. ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയം ബദറാണ് ലോകത്ത് മുഴുവൻ. എങ്ങനെയാ ബദർ